ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷം മക്കളെ? സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ്. പിന്നെ ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നേ, നമ്മൾ ലീവ് കിട്ടി നാട്ടിൽ പോകുമല്ലോ. നാട്ടിൽ പോയാൽ നമ്മളെ യൂട്യൂബ് വീഡിയോസ് കാണുന്ന ആൾക്കാരൊക്കെ ഇപ്പം ഞാൻ കണ്ടറിയോ എന്ന് അങ്ങനെ ചോദിക്കാൻ കാരണം എന്താണെന്നോ, പിന്നെ ഞാൻ ഈ വീഡിയോസൊക്കെ മേക്കപ്പും ഒക്കെ ഇട്ടിട്ടല്ലേ എടുക്കണത്. അപ്പം നമ്മൾ ശരിക്ക് കാണുമ്പോൾ മേക്കപ്പൊന്നും ഇല്ലാതല്ലേ കാണുക. നമ്മളങ്ങനെ പുറത്ത് കാണുമ്പോൾ എല്ലാം മേക്കപ്പൊന്നും തിരിച്ചില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ എൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ വീഡിയോ കണ്ടാൽ ഞാൻ എടുത്തു കൂടി നടന്നു പോകുമ്പോൾ ഞാൻ കണ്ടാലും ചിലപ്പോൾ അറിയണുണ്ടാവില്ല അല്ലേ. പഠിച്ചവനറിയാം, ആർക്കറിയാം ഇപ്പം അറിയോ ഇല്ലേ എന്നൊക്കെ. എനിക്ക് തോന്നുന്നില്ല മനസ്സിലാവുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് അവസ്ഥയെ. നമ്മൾ വീഡിയോയിലും ഫോട്ടോത്തിലും കാണുന്ന മാതിരി ഒന്നും ആവില്ലല്ലോ നേരിട്ട് കാണുമ്പോൾ ആൾക്കാരില്ലേ. എൻ്റെ കാര്യം ഞാൻ പറയണ കേട്ടോ, മറ്റുള്ളവരതൊന്നുമല്ല. അറിഞ്ഞാൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടാവും, ഞാൻ അങ്ങനെ നടന്നു പോകണുണ്ടാവും. അങ്ങനെയൊക്കെ തന്നെ കാര്യം സംഭവിക്കുക ലാസ്റ്റ്, ഉറപ്പാണത്. പിന്നെന്താ മക്കളെ വിശേഷം? എല്ലാവരും ഉറങ്ങിയോ? ചായ അടിച്ചോ? ചോറുന്നോ? പിന്നെ ഇപ്പം ഇവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ ചൂടിനൊരു കുറവില്ല. ഒമാനിൽ ചില സ്ഥലങ്ങളിലൊക്കെ മഴ ഉണ്ടെന്ന് പറഞ്ഞു, ഇവിടെ മഴയൊന്നുമില്ല. ഇവിടെ നിന്ന് വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ നല്ല കാറ്റുണ്ട്, പക്ഷെ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. ചൂടിനൊന്നും യാതൊരു കുറവുമില്ല മക്കളെ. അനുഭവിക്കണവർക്ക് അതിനെക്കുറിച്ച് അറിയുള്ളൂ അല്ലേ. പിന്നെ വേറെന്താ വിശേഷം? പിന്നെ നമ്മളിവിടുത്തെ ഉമ്മാനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അത് നേരം വെളുക്കുമ്പോൾ നമ്മളെവിടെ വർക്ക് എന്ത് ജോലി എടുക്കുകയാണെങ്കിലും നമ്മളെടുത്ത് വന്ന് സലാം പറയാതെ ചായ കുടിക്കൂല. റൈഹാന റൈഹാന എന്ന് വിളിച്ച് ഇങ്ങനെ വരും എവിടെയായാലും. നമ്മളിനിയിപ്പോൾ എന്തെങ്കിലും ഒരു പണിയിലാക്കാരം, എന്നാലും അത് നടക്കാൻ വെച്ചെങ്കിലും അതിങ്ങനെ കഴിഞ്ഞ് വരും, പാവം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊന്ന് വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും. എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.